റൂമൊന്നും നോക്കണ്ട, ഫുള്ള് വലിച്ച് വാരിയിട്ടൊക്കെയാണ്. ഇതുവരെ ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല, 2-3 ദിവസമായിട്ട് വന്നിട്ട്. എന്നിട്ടും അതിൻ്റെ മേലേക്ക് നിൽക്കാനോ ഒന്നും സമയം കിട്ടില്ല, നമ്മൾ വേറെ കുറേ കാര്യങ്ങളിലാണ്. പിന്നെ ഇത് സ്കിൻ കെയർ ഒന്നും അല്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആൽമണ്ട് ഓയിൽ കൊടുത്തതാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ മക്കളൊക്കെ എണീച്ച് വന്നപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത്. ഇന്ന് രാവിലെ നമുക്കൊരാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മളൊന്ന് സ്പെഷ്യലാക്കിയിട്ട് പുട്ടും ബീഫും ആക്കാമെന്ന് വിചാരിച്ചു. ബീഫ് നമ്മൾ നാട്ടിൽ നിന്ന് കൊടുന്നതാണ്. അപ്പോൾ ബീഫ് ഉണ്ടാക്കാനുള്ള ആൾ താഴെ കുറച്ച് സാധനം മേടിക്കാൻ പോയിക്കാണ്. ആൾ വന്നിട്ട് ബാക്കി ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാം എന്ന് പറഞ്ഞ ആൾ എല്ലാതും റെഡിയായി ഇരിക്കുന്ന സമയത്തുണ്ട് വിളിക്കുന്നത് ഇന്ന് വരാൻ പറ്റില്ല എന്ന്. ആളങ്ങനെ പറയാൻ കാരണം ആൾക്കൊന്ന് കുറച്ച് തിരക്കുണ്ട്. അതെന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ ഫുൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇത്രയും ദിവസമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ ക്ലീനാക്കി എടുത്തിട്ടുള്ളൂ. ബാക്കി റൂം ഫുള്ള് പഴയതുപോലെയാണ് കിടക്കുന്നത്. വേറൊന്നുമല്ല, നമുക്കിവിടെ UAE നാഷണൽ ഡേ ആയത് കാരണം കുറച്ച് ലീവ് ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി ചെയ്യാനുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്ത് റെഡിയാക്കുക എന്നാണ്. ലീവ് കഴിഞ്ഞ് ബാക്ക് ടു വർക്കായി കഴിഞ്ഞാൽ ഞാനും മക്കളും റൂമിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ലീവുള്ളപ്പോൾ മാക്സിമം പുറത്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്ത് റെഡിയാക്കുന്നത്. Thank you. എന്താ പിന്നെ ഈ ക്ലീനിങ് ഒന്നും നോക്കണ്ട, ഇനി നമുക്ക് ലഞ്ചിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ അലക്കിയിട്ടില്ല, അപ്പോൾ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന്. പിന്നെ മക്കളുടെ ഡ്രസ്സ് ഒക്കെ അറിയാലോ, ഒരുപാടുണ്ടാവും. വാഷ് മെഷീൻ്റെ ഉള്ളിൽ നല്ലപോലെ ചളി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുള്ളത്. എനിക്കറിയില്ല എന്താ അത്രമാത്രത്തിനുള്ളിൽ ചളിയെന്ന്, പക്ഷെ നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷമാണ് വാഷ് മെഷീൻ യൂസ് ആക്കിയത്.
അപ്പോൾ വീട്ടിൽ നിന്ന് ലഞ്ചും കഴിച്ച് ബാക്കി എല്ലാ പരിപാടികളും തീർത്ത് മക്കളെയും റെഡിയാക്കി നമ്മളിപ്പോൾ അജ്മാനി പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവിടെ നമുക്കൊരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ട്. എൻ്റെ ബ്രദറിൻ്റെ ഒരു ചെറിയ പാർട്ട്ണർഷിപ്പിൽ വന്നൊരു ഷോപ്പാണ്, ഒരു ട്രാവൽസിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ആളാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് പോയത്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു ഇനാഗ്രേഷൻ്റെ തിരക്കിൽ പെട്ട കാരണമാണ് ഇന്ന് രാവിലെ വരാൻ പറ്റുകയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ അവർക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനാഗ്രേഷൻ ചെയ്യാൻ പോകുന്ന കമ്പനി. ഗോസ്കൈ പറഞ്ഞൊരു ട്രാവൽസ് കമ്പനിയാണ്. ഒരു 3 ഫ്രണ്ട്സ് കൂടി തുടങ്ങിയിട്ടുള്ളൊരു കമ്പനി. ചെറിയൊരു ഫങ്ഷനായിരുന്നു, അത്യാവശ്യം അറിയുന്ന ആൾക്കാരും ഫ്രണ്ട്സും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു ഇനാഗ്രേഷൻ ആയിരുന്നു അവിടെ നടന്നത്. بسم الله الرحمن الرحيم الله أحد الله الصمد അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് അവിടുന്ന് ചായയും ജ്യൂസും കേക്കും ഒക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ പോണത് ഒരു ഷോപ്പിലേക്കാണ്. നമുക്ക് റൂമിലേക്ക് അത്യാവശ്യം കുറച്ചും കൂടി സാധനങ്ങൾ വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇതായിരുന്ന അവസ്ഥ അറിയാലോ, മക്കളല്ലേ. അപ്പോൾ അവരെ കുറേ കളികളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഷോപ്പിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഐബക്ക് ഉറങ്ങിപ്പോയി. അപ്പോൾ ആളെടുത്തിട്ട് നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം നമ്മൾ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ. ഇനി നമ്മൾ റൂമിൽ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഡു ഫോളോ. അതുവരേക്കും ബൈ.